2026 നമ്മുടെ മമ്മൂക്കയുടെ വർഷമാണെന്ന് തോന്നുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഒരുപാട് വമ്പൻ പടങ്ങൾ വരണം. അതിൽ ഫസ്റ്റ് തന്നെ വരാൻ പോകുന്നത് പാൻ ഇന്ത്യൻ സിനിമയായ ഛത്താ പച്ച എന്ന ഒരു യൂത്ത് പടമാണ്. അതിൽ മമ്മൂക്ക ഒരു ക്യാമിയോ റോൾ, അതും റിംഗ് മാസ്റ്ററായിട്ട്. ജനുവരി 22-നാണ് ഈ ചിത്രം ലോകമെമ്പാടും മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്നു. ജനുവരി 22 അതിൽ മമ്മൂക്കയുടെ മമ്മൂട്ടി എന്നുള്ള എം എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾ ഈ പോസ്റ്റർ നോക്കും. അതിൽ ഇൻ സിനിമാസ് വേൾഡ് വൈഡ് ജനുവരി 22, 2026. അതിൽ ഇൻ സിനിമാസ് എന്നുള്ളതിൽ ലാസ്റ്റ് ആ എം ഒരു ലൈറ്റ് കത്തിക്കാണ്ട് അത് നമ്മുടെ മമ്മൂക്കയെ സൂചിപ്പിക്കുകയാണ്. അതായത് മമ്മൂക്കയുടെ റോൾ ഇതിൽ ഒരു സംഭവ റോളാണ്. അതായത് റിംഗ് മാസ്റ്റർ. അതായത് ഇവരൊരു എന്താ പറയുക, ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ, അതായത് റിങ്ങിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഒരു ടൈമിൽ ഇവരെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു റിംഗ് മാസ്റ്റർ ആയിട്ടാണ് നമ്മുടെ മമ്മൂക്ക. അതും വ്യത്യസ്ത ഗെറ്റപ്പിൽ ഒരു പക്ക കൊച്ചി സംഭവമാണ് ഈ പടം. അതും യൂത്തന്മാരെ അതിൽ നമ്മുടെ അർജുൻ അശോക് ഉണ്ട്, റോഷൻ മാത്യു ഉണ്ട്, വിശാഖ് നായരുണ്ട്, അതുപോലെ ഇഷാൻ ഷൗക്കത്ത് ഉണ്ട്. വമ്പൻ യൂത്തിൻ്റെ ഒരു സംഭവം, പക്ക ഒരു അടിപ്പടം. എന്തായാലും മമ്മൂക്കയുടെ തുടക്കം ഈ ഛത്താപ്പച്ച. എന്തായാലും എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഈ ചിത്രത്തിൻ്റെ ഒരു തീം സോങ് ഒക്കെ വന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും മമ്മൂക്കയുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ കാണിക്കാനുള്ള തുടക്കമാണ്. അതിനുശേഷം വരാൻ പോകുന്ന ഒരുപാട് പടങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വരാൻ പോകുന്നത് ഈ ഛത്താപ്പച്ച. ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു കരുത്തന്മാരാണ് ഇവർ. അപ്പോൾ അതിൽ നമ്മുടെ മമ്മൂക്കയുടെ കരുത്ത്, ഈ പിള്ളേർക്ക് കരുത്ത് പകരം നമ്മുടെ മമ്മൂക്കയും കൂടി തുടക്കത്തിൽ വരും. അതിനുശേഷം വരാൻ പോകുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ ചിത്രം പാട്രിയോട്ട്, ഈ ചിത്രത്തിൻ്റെ ഷൂട്ട് ഇന്നലെ കൊച്ചിയിൽ തീർന്നിട്ടുണ്ട്. ജനുവരി 10 ലാസ്റ്റ് പറഞ്ഞത്, പക്ഷെ അല്ല, ഇന്നലത്തോടെ അതിൻ്റെ ഫുൾ ഷൂട്ട് തീർന്നിട്ട് ഇനി അതിൽ ബാക്കി എഡിറ്റിങ്ങും അതിൻ്റെ ഡബ്ബിങ്ങും അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ അതിൽ എന്തായാലും ഇത് പറഞ്ഞ് കേൾക്കുന്നത് ഏപ്രിൽ സെക്കൻഡ് വീക്കിലൊക്കെ, അതായത് വിഷുവിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. കറക്റ്റ് കൺഫേമില്ല. കാരണം ഏപ്രിൽ 7 നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം റിലീസുണ്ട്, വേറെ ഏതൊക്കെ ചിത്രങ്ങളൊക്കെ റിലീസുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് റിലീസ് മെയ് 1 അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റിലോ ഒക്കെ ആയേക്കാം. എന്തായാലും കറക്റ്റ് കൺഫേം അല്ല. പറഞ്ഞ് കേൾക്കുന്നത് ഏപ്രിൽ തന്നെ ഉണ്ടാവും എന്നാണ്. എന്നാലും ഏപ്രിലായാലും മെയിലായാലും നല്ല റിലീസ് ടൈമാണ്. മെയിലാണെങ്കിൽ ഫസ്റ്റ് ആയാൽ ഒന്നുകൂടി ബെറ്റർ, അതല്ല ഏപ്രിലാണെങ്കിൽ വിഷു ടൈമാണ് ഏറ്റവും ബെറ്റർ. എന്തായാലും മമ്മൂക്ക മുഴുനീളം വരികയാണ്. അതിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു അടിപൊളി റോളുണ്ട്. ബാക്കി നമ്മുടെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോബൻ, നയൻതാര കൂട്ടുകെട്ടും. മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെ കേട്ടോ. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വരുന്ന ഒരു മലയാള ചിത്രം കൂടിയാണ്. എന്തായാലും മമ്മൂക്കയുടെ തുടക്കം ഛത്താപ്പച്ച, പാട്രിയോട്ട്. അതിനുശേഷം നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മമ്മൂക്ക മൂവി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാരിക്കാമൂർ ഷൺമുഖനായിട്ട് നമ്മുടെ മമ്മൂക്ക അടിച്ച് തിമർക്കാൻ വരുന്നുണ്ട് നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ പടത്തിൽ. അതിലും മമ്മൂക്ക ഒരു 4-5 ദിവസത്തെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഷൺമുഖനായിട്ട്. നമുക്കറിയാം ബിലാലിനേക്കാൾ ഒരു റേഞ്ച് കൂടിയ സാധനമാണ് ഈ ഷൺമുഖൻ. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചു വരവ് മലയാളികൾ എന്തായാലും എന്താണ് 2 കൈ നീട്ടി സ്വീകരിക്കുന്നത് ഉറപ്പാണ്. അതിനുശേഷം വരാൻ നമ്മുടെ ധനുഷിൻ്റെ കൂടെ തമിഴിൽ ഒരു മെയിൻ റോളിന് മമ്മൂക്ക ഒരു മാസ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരാൻ നമ്മൾ മമ്മൂക്ക ഫാൻസിന് അർമാധികമുള്ള നിതീഷ് സഹദേവിൻ്റെ ഒരു പക്കാ കൊമേഴ്ഷ്യൽ മാസ് എൻ്റർടൈനർ. അത് എന്തായാലും ഒരു പക്കാ മമ്മൂട്ടി പടം, രാജമാണിക്ക സ്റ്റൈൽ. അതിനുശേഷം വരാൻ പോകുന്നതാണ് മമ്മൂക്കയുടെ പക്ക അഴിഞ്ഞാട്ട മൂവി. നമ്മുടെ മമ്മൂക്ക, ഖാലിദ് റഹ്മാൻ, ക്യൂബ് സെലദേവി. ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ കൂടി പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഷെരീഫ് മുഹമ്മദിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ മമ്മൂക്ക ചിത്രം. അതിൽ പറയുന്നുണ്ട് ഇതൊരു പക്ക മമ്മൂട്ടി പടം. ഒരുപാട് പല ഭാഷകളിൽ നിന്നും പല ആളുകൾ ഇതിൽ വന്നു ചേരും. മലയാളം, തമിഴ്, തെലുങ്ക് എല്ലാ ഭാഷകളും ഇതിൽ താരങ്ങൾ വരുന്നുണ്ട്. ഇതിലിപ്പോൾ അവർ പുറത്തുവിട്ട കുറച്ച് താരങ്ങളുണ്ട്. അവരെന്തായാലും ഒഫീഷ്യലായിട്ട് പുറത്ത് വിടും. എന്തായാലും നമ്മൾ വരും. 2026 മിക്കവാറും മമ്മൂക്ക അടിച്ച് തൂഫാനാകും. 2025 ലാസ്റ്റ് അദ്ദേഹം കളങ്കാവൽ എന്നൊരു ചെറിയ ചിത്രമായിട്ട് വന്ന് 83 കോടി കരസ്ഥമാക്കിയിട്ട് ജൈത്രയാത്ര തുടരുകയാണ്. മറ്റെല്ലാ ചിത്രത്തെയും പിന്തള്ളിയിട്ട് ഒരു
ഒരു മാസമല്ല, ഒരു കോമഡി അല്ല, ഒരു ആക്ഷൻ അല്ല, ഒന്നുമല്ലാത്തൊരു ചെറിയൊരു പടം കൊണ്ട് വന്നിട്ട് അത് മമ്മൂക്കൊക്കെ എന്താണ് ബോക്സ് ഓഫീസ് പവർ ഇല്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇതുപോലൊരു ചിത്രം കൊടുന്നിട്ട് അദ്ദേഹത്തിന് അഭിനയം വെച്ച് 83 കോടി കളക്ഷനാണ്. അപ്പോൾ ഇനി പറയേണ്ടല്ലോ, മറ്റുള്ള വമ്പൻ ചിത്രങ്ങൾ വരുമ്പോൾ മമ്മൂക്ക 100 കോടിയിൽ 150 200 കോടി തകർത്ത് പോരും. എന്തായാലും വെയിറ്റിംഗ് ആണ്.